Hi friends, we are going to start the classes of plus 1 plus 2 physics portions. ഇത് plus 1 plus 2 സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഫിസിക്സ് പോർഷൻസിൻ്റെ ക്ലാസ്സുകളാണ്. it is very useful. It is extremely useful for various entrance examinations like the IIT JEE conducted by the various IITs and the NEET examination, which is the medical engineering examination, which is the all India examination available in this country, and this is also helpful for various other examinations like the KEAM examination and then the all India pre-medical test and various other examinations. അപ്പോൾ ഇത് physics plus 1 plus 2 portions ആണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നത്. I am going to start with a portion called current electricity. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പോർഷൻ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു പോർഷനാണ്. ഇലക്ട്രിസിറ്റി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആസ് ഫാർ ആസ് യു ആർ കൺസേൺ. നിങ്ങളുടെ ഫിസിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി മാത്രമല്ല, നമുക്ക് മാഗ്നറ്റിസവും പഠിക്കണം. അപ്പോൾ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്നത് ടു സൈഡ്സ് ഓഫ് ദ സെയിം കോയിൻ ആണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിസിറ്റിയുടെ ബേസിക് ഫണ്ടമെൻ്റൽസിൽ നിന്നാണ് നമ്മൾ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം വി വിൽ സ്റ്റാർട്ട് ദ ടോപ്പിക്സ് വിത്ത് എ റിമെമ്പറൻസ് ഓഫ് മൈക്കൽ ഫാരഡേ. ഓക്കെ, മൈക്കൽ ഫാരഡേ നിങ്ങൾക്ക് അറിയാം. മൈക്കൽ ഫാരഡേ ആരാണ്? മൈക്കൽ ഫാരഡേ ഈസ് കൺസിഡർഡ് ആസ് ദ ഫാദർ ഓഫ് ഇലക്ട്രിക്കൽ എനർജി. കാരണം മൈക്കൽ ഫാരഡേ മേഡ് ലാർജ് നമ്പർ ഓഫ് കോൺട്രിബ്യൂഷൻസ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഫീൽഡ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിസം. മൈക്കൽ ഫാരഡേയുടെ പല ഇൻവെൻഷൻസും ആണ് ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിലേക്ക് നമുക്ക് ഇലക്ട്രിക് യൂട്ടിലൈസേഷൻ കൊണ്ടുവരാനായിട്ട് ഹെൽപ്ഫുള്ളായി മാറിയത്. അപ്പോൾ മൈക്കൽ ഫാരഡേ പറ്റി നമുക്ക് നോക്കാം. മൈക്കൽ ഫാരഡേ വാസ് ബോൺ ഓൺ സെപ്റ്റംബർ 22, 1791. സെപ്റ്റംബർ 22, 1791 മൈക്കൽ ഫാരഡേ ജനിച്ചത്. മൈക്കൽ ഫാരഡേ വാസ് എ ഫേമസ് ഇംഗ്ലീഷ് ഫിസിസിസ്റ്റ് ആൻഡ് എ കെമിസ്റ്റ്. ഓക്കെ, വളരെ ഫേമസ് ആയിട്ടുള്ള വൺ ഓഫ് ദ മോസ്റ്റ് ലെജൻഡറി സയൻറ്റിസ്റ്റുകളായിരുന്നു. വൺ ഓഫ് ദ മോസ്റ്റ് ലെജൻഡറി സയൻറ്റിസ്റ്റ് ഇൻ ദ ഇയറ ഓഫ് അവർ സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ്. ഇംഗ്ലീഷ് ഫിസിസിസ്റ്റ് ആയിരുന്നു. ഹി വാസ് ഓൾസോ എ കെമിസ്റ്റ് and is best remembered for his works on electromagnetism. You see, electromagnetism എന്ന് വെച്ച് കഴിഞ്ഞാൽ they are the two sides of the same coin. Wherever there is electricity നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാം? മാഗ്നറ്റിസം ക്രിയേറ്റ് ചെയ്യാം. Wherever there is magnetism നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാം? ഇലക്ട്രിസിറ്റി ക്രിയേറ്റ് ചെയ്യാം. അതിനെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിസം എന്ന് പറയുന്നത്. നിങ്ങൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം പഠിച്ചിട്ടുണ്ടാവും. വാട്ട് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം? AC, റേഡി, ഇൻഫ്രാ, വിസിബിൾ, അൾട്രാ, എക്സ്റേ, ഗാമ എന്ന് പറയുന്ന ആ ലൈറ്റ് റേസിൻ്റെ സ്പെക്ട്രത്തിനെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് അത് ഇറ്റ് ഈസ് എ മിക്സ് ഓഫ് ഇലക്ട്രിക്കൽ വേവ് ആൻഡ് മാഗ്നറ്റിക് വേവ്. അപ്പോൾ എവിടെയൊക്കെ നമുക്ക് ഇലക്ട്രിക് വേവ് ഉണ്ടോ അവിടെ നമുക്ക് എന്തുണ്ട്? ഒരു മാഗ്നറ്റിക് വേവ് ഉണ്ട്. എവിടെ നമുക്ക് മാഗ്നറ്റിക് വേവ് ഉണ്ടോ അവിടെ നമുക്ക് എന്തുണ്ട്? ഒരു ഇലക്ട്രിക് വേവും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കമ്പൈൻ ചെയ്തിട്ട് ഇലക്ട്രോമാഗ്നറ്റിസം എന്ന് പറയുന്നത്. അപ്പോൾ മൈക്കൽ ഫാരഡേയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഡിസ്കവറി എന്ന് പറയുന്നത് നമ്മുടെ ദ ഡിസ്കവറി ദാറ്റ് റെവല്യൂഷനൈസ്ഡ് ദ മാൻകൈൻഡ് എന്ന് പറയാൻ പറ്റുന്നത് ഹിസ് ബേസിക് സ്റ്റഡീസ് ഓൺ ഇലക്ട്രോമാഗ്നറ്റിസം ആണ്. Once Faraday discovered, എന്ത് ഡിസ്കവർ ചെയ്തു? that electricity could be made by moving a magnet inside a wire coil. ഓക്കെ, ഒരു വയർ കോയിലും ഒരു മാഗ്നറ്റും നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ EMF പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് ആര് കണ്ടുപിടിച്ചു? മൈക്കൽ ഫാരഡേ കണ്ടുപിടിച്ചു. ആൻഡ് ഇറ്റ് ലേറ്റർ വാസ് ഏബിൾ ടു ബിൽഡ് an electric motor. It later helped to build an electric motor. അപ്പോൾ നമുക്ക് wherever there is electricity നമുക്കവിടെ മാഗ്നറ്റിസം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കൊരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യാനും ഒരു ഇലക്ട്രിക് മോട്ടറിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഇലക്ട്രിക് മോട്ടർ മാത്രമല്ല, പിന്നീട് ഇറ്റ് ലെഡ് ടു ദ ഡിസ്കവറി ഓഫ് ജനറേറ്റർ ആൻഡ് ഓൾസോ ദ ട്രാൻസ്ഫോമർ. യു സി, നിങ്ങൾക്ക് എഡിസനെ പറ്റി അറിയായിരിക്കും. തോമസ് ആൽവ എഡിസൺ, വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സയൻറ്റിസ്റ്റ് ഓഫ് അവർ ഇറ. എഡിസൺ was a proponent of the DC supply system. നമുക്ക് രണ്ട് തരം സപ്ലൈസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ് നമ്മുടെ രണ്ട് തരം സപ്ലൈസ്? there is an AC supply system, there is also a DC supply system. അപ്പോൾ DC supply system was the prominent supply system at the time of Edison. എഡിസന്റെ ടൈമിൽ DC സപ്ലൈ സിസ്റ്റം ആയിരുന്നു എന്ത്? ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള സപ്ലൈ സിസ്റ്റം. എഡിസൺ മെൻലോ പാർക്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തത് ഏത് സപ്ലൈ സിസ്റ്റമാണ്? DC സപ്ലൈ സിസ്റ്റമാണ്. ആ DC സപ്ലൈ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ ഇന്ന് കാണുന്ന AC സപ്ലൈ സിസ്റ്റത്തിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ മൈക്കൽ ഫാരഡേ ആണ്.
Michael Faraday's invention of electromagnetism and later which led to the development of transformer. Transformer എന്ന് പറയുന്ന എക്യുപ്മെൻ്റ് ആണ് DC സപ്ലൈ സിസ്റ്റത്തിൻ്റെ പുറത്ത് AC സപ്ലൈ സിസ്റ്റത്തിന് വലിയ ഒരു പ്രൊഡോമിനൻസി കിട്ടാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം. അപ്പം Faraday's discoveries led to the development of electric motor. മോട്ടോർ മാത്രമല്ല ജനറേറ്ററിൻ്റെ ഡിസ്കവറിക്കും അത് കാരണമായി. അതുകൂടാതെ തന്നെ ഹിസ് വർക്ക് ഓൾസോ ലെഡ് ടു ദി ഡെവലപ്മെൻറ്റ് ഓഫ് എ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഒരു അപ്പാരറ്റസിൻ്റെ ഡെവലപ്മെൻറ്റിനും കൂടി മൈക്കൽ ഫാരഡേയുടെ വർക്കുകൾ ഹെൽപ്പ് ചെയ്തു. ഹി ഇൻട്രൊഡ്യൂസ്ഡ് സെവറൽ വേർഡ്സ് ദാറ്റ് വി സ്റ്റിൽ യൂസ് ടുഡേ ആസ് വി ഡിസ്കസ് ഇൻ ഇലക്ട്രിസിറ്റി. നമ്മൾ ഇലക്ട്രിസിറ്റി പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പല പുതിയ വേർഡുകളും നമ്മൾ യൂസ് ചെയ്യുന്ന പല വേർഡുകളും മൈക്കൽ ഫാരഡേയുടെ കോൺട്രിബ്യൂഷനാണ്. ഏതൊക്കെയാണ്? അയോണ്, ഇലക്ട്രോഡ്, കാഥോഡ്, ആനോഡ് എന്ന് പറയുന്ന വേർഡ്സൊക്കെ ഇലക്ട്രോളിസിസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ്, ആനോഡ്, കാഥോഡ് എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് എല്ലാം ആര് കോയിൻ ചെയ്ത വേർഡ്സ് ആണ്? മൈക്കൽ ഫാരഡേ കോയിൻ ചെയ്ത വേർഡ്സ് ആണ്. അപ്പോൾ മൈക്കൽ ഫാരഡേ ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സയൻറ്റിസ്റ്റ് ദാറ്റ് ഈസ് ടു ബി റിമെമ്പേർഡ് ബിക്കോസ് ഹി ഈസ് റിഗാർഡഡ് വൈഡ്ലി ആസ് ദ ഫാദർ ഓഫ് ഇലക്ട്രിക്കൽ എനർജി simply because of his works on electromagnetism that led to the development of a motor, electric generator and electric transformer. He was also a chemist. He worked in chemistry also and he coined the terms like an ion, electrode, anode, cathode എന്നുള്ള ടേംസ് എല്ലാം ആര് കോയിൻ ചെയ്ത ടേംസ് ആണ്? മൈക്കൽ ഫാരഡേ കോയിൻ ചെയ്ത ടേംസ് ആണ് നമ്മൾ ഇന്നും യൂസ് ചെയ്യുന്നത്. നൗ നമ്മൾ പോർഷൻസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ എന്താണ് ഇലക്ട്രിക് കറണ്ട്? ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ഇലക്ട്രിക് കറണ്ട്? ഇലക്ട്രിക് കറണ്ട് ഈസ് ആക്ച്വലി മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജസ്. ഓക്കെ, ഇലക്ട്രിക് ചാർജസിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക് ചാർജ് ഇൻ മോഷൻ കൺസ്റ്റിറ്റ്യൂട്ടാണ് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ ഇലക്ട്രിക് ചാർജസ് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ജനറേറ്റ് ആവുന്നു? ഇലക്ട്രിക് കറണ്ട് ജനറേറ്റ് ആവുന്നു. Any medium having practically free electric charges free to migrate is a conductor of electricity. അപ്പോൾ ഇലക്ട്രോൺസിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാവുന്ന ഒരു എലമെൻറ്റിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നു. ഇലക്ട്രിക് ചാർജ് ഓൾവേസ് ഫ്ലോസ് ഫ്രം എ ഹയർ പൊട്ടൻഷ്യൽ ടു എ ലോവർ പൊട്ടൻഷ്യൽ സ്റ്റേറ്റ്. അപ്പോൾ ഇലക്ട്രിക് ചാർജ് എപ്പോഴും എവിടെ നിന്ന് എവിടേക്ക് ഫ്ലോ ചെയ്യുന്നു? ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യലിൽ നിന്ന് ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യലിലേക്ക് ഫ്ലോ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ഒരു ലോവർ പൊട്ടൻഷ്യലിലേക്ക് ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കൺവെൻഷണൽ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് എടുക്കുമ്പോൾ രണ്ടും നമ്മൾ റിവേഴ്സിബിൾ ആയിട്ട് എടുക്കാറുണ്ട്. പക്ഷേ ജനറലി നിങ്ങൾ മനസ്സിലാക്കി വെച്ചോണം, എപ്പോഴും ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നത് എവിടുന്ന് എങ്ങോട്ടേക്കാണ്? ഇറ്റ് ഫ്ലോസ് ഫ്രം എ ഹയർ പൊട്ടൻഷ്യൽ ടു എ ലോവർ പൊട്ടൻഷ്യൽ. അപ്പോൾ എന്താണ് ഇലക്ട്രിക് കറണ്ട്? ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ സിംപിളി മോഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ് ആണ്. ഇലക്ട്രിക് ചാർജസ് മൂവ് ചെയ്യുമ്പോഴാണ് എന്ത് ജനറേറ്റ് ആവുന്നത്? ഇലക്ട്രിക് കറണ്ട് ജനറേറ്റ് ആവുന്നത്. അങ്ങനെ ഒരു ഇലക്ട്രിക് കറണ്ടിനെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു എലമെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രിക് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രിക് ചാർജസ് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് ഫ്ലോ ചെയ്യുക? എപ്പോഴും അതൊരു ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, നമുക്കിവിടെ ഒരു കണ്ടക്ടർ ഉണ്ട്. ഒരു സിലിണ്ടറിക്കൽ സർക്കുലർ കണ്ടക്ടറാണ് തന്നിരിക്കുന്നത്. ആ കണ്ടക്ടറിൻ്റെ രണ്ട് എൻഡ്സ് വി ഹാവ് കണക്റ്റഡ് ടു എ ബാറ്ററി ഓഫ് മാഗ്നിറ്റ്യൂഡ് വി. അതിൻ്റെ വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡ് വി ആണെന്ന് വിചാരിക്കുക. ഇനി അതിന് രണ്ട് ടെർമിനൽസ് ഉണ്ട്. ഒരു പ്ലസ് ടെർമിനലും ഉണ്ട്, ഒരു മൈനസ് ടെർമിനലും ഉണ്ട്. അപ്പം there is a positive potential and there is a negative potential. എവിടെ നിന്ന് എങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യും? ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് ആര് ഫ്ലോ ചെയ്യുന്നത്? ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൺവെൻഷണൽ ഡയറക്ഷൻ ഓഫ് കറണ്ട് വിൽ ബി ടേക്കൺ ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ആൻഡ് ദെൻ ദ ഇലക്ട്രോൺസ് വിൽ ബി ഫ്ലോയിങ് ഓപ്പോസിറ്റ് ടു ദ റെസിസ്റ്റൻസ് എന്ന് പറയുന്നു. ആ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഓഫ് ഓംസ് ലോ ആണ്. അതിൻ്റെ യൂണിറ്റ് ഓം ആണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട്സ് ക്ലാസ്സിനോടൊപ്പം തന്നെ ഫുൾ നോട്ട്സ് നിങ്ങൾ എഴുതി പോകണം. ഇവിടെ നമ്മൾ കാണിക്കുന്ന മെറ്റീരിയൽ, അതുപോലെ ഞാൻ പറയുന്ന മെറ്റീരിയൽ, ഞാൻ ഇതിനകത്ത് എഴുതുന്ന മെറ്റീരിയൽ, ഇതിൻ്റെ എല്ലാം കംപ്ലീറ്റ് നോട്ട്സ് നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ മേക്ക് ചെയ്ത് പോകണം. ഓക്കെ, സോ ഓംസ് ലോ എന്താ പറയുന്നത്? വെൻ ദ ഫിസിക്കൽ കണ്ടീഷൻസ് റിമെയിൻസ് ദ സെയിം കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ I പ്രൊപ്പോർഷണൽ ടു V എന്ന് എഴുതി, അല്ലെങ്കിൽ I ഈസ് ഈക്വൽ ടു V ഡിവൈഡഡ് ബൈ R എന്ന് എഴുതി, അല്ലേ? R ആണ് നമ്മുടെ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. R ഈസ് ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് കിട്ടിയല്ലോ. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന ഇക്വേഷൻസ് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞേ. നമ്മുടെ ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ എന്താ എഴുതിയേക്കുന്നത്?
നമ്മൾ എഴുതിയിരിക്കുന്ന ഇക്വേഷൻസ് വി ഐ ഈസ് പ്രൊപ്പോർഷണൽ ടു വി ഓർ ഐ ഈസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ആർ. ഇനി ഐ ഈസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ആർ ആണെങ്കിൽ എന്താണ് ആർ ഈസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ഐ അല്ലേ? അതുപോലെ വാട്ട് ഈസ് വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. അപ്പോൾ ഏതൊക്കെ ഇക്വേഷൻസ് കിട്ടി? ഐ പ്രൊപ്പോർഷണൽ ടു വി കിട്ടി, ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ കിട്ടി, ആർ ഈസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ഐ എന്ന് കിട്ടി, അതുപോലെ വി ഈസ് ഈക്വൽ ടു ഐ ആർ എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ വി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, അതിൻ്റെ യൂണിറ്റ് വോൾട്ട് ആണ്. കറണ്ട് എന്ന് പറയുന്നത് ഐ എന്ന് പറയുന്നത് കറണ്ട് ആണ്, അതിൻ്റെ യൂണിറ്റ് ആംബിയേഴ്സ് ആണ്. അതിൻ്റെ യൂണിറ്റ് ആംബിയേഴ്സ് ആണ്. ഇനി ആർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്, അത് കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ബൈ ഓംസ് ലോ ആണ്, അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി റെസിസ്റ്റൻസ് എന്താണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നോക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു വി ഐ കർവ് നമ്മൾ വരച്ചാൽ, ഒരു വി ഐ കർവ് വരച്ചാൽ ആ വി ഐ കർവ് എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യണം? റെസിസ്റ്റൻസിനെ റെപ്രസെൻറ്റ് ചെയ്യണം. സോ ദ ഗ്രാഫ് ബിറ്റ്വീൻ വി ആൻഡ് ഐ ഫോർ എ മെറ്റാലിക് കണ്ടക്ടർ ഈസ് എ സ്ട്രൈറ്റ് ലൈൻ. കാര്യം അത് എന്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നു? ഇറ്റ് റെപ്രസെൻറ്റ്സ് റെസിസ്റ്റൻസ്, കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ വി ഈസ് ഈക്വൽ ടു ഐ ആർ എന്നല്ലേ നമ്മൾ പറഞ്ഞത്? അപ്പോൾ വാട്ട് ഈസ് ആർ? ആർ ഈസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ഐ ആണ്. അപ്പോൾ നമ്മളൊരു വി ഐ കർവ് വരച്ചാൽ, ഇപ്പം ഞാൻ ഈ വൈ ആക്സിസിൽ വി എടുക്കുന്നു, എക്സ് ആക്സിസിൽ ഐ എടുത്തിട്ട് നമ്മളൊരു കർവ് വരച്ചാൽ ആ കർവ് ഫോർ എ മെറ്റാലിക് കണ്ടക്ടർ വിൽ ബി എ സ്ട്രൈറ്റ് ലൈൻ ആൻഡ് ദ കർവ് റെപ്രസെൻറ്റ്സ് ആർ. കാരണം ഈ ആർ എന്ന് പറയുന്നത് എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ആർ റെപ്രസെൻറ്റ്സ് വി ബൈ ഐ. ഇറ്റ് റെപ്രസെൻറ്റ്സ് വി ബൈ ഐ. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഒരു ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്താൽ, ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് എന്ന് പറയുന്നത് ഐയും വെർട്ടിക്കൽ സൈഡ് എന്ന് പറയുന്നത് വിയും ആണ്. സോ വാട്ട് ഈസ് തീറ്റ? What is tan theta? Tan theta is opposite side by adjacent side അല്ലേ? So it is V divided by I. അപ്പോൾ tan theta എന്താണെന്ന് എഴുതാം? tan theta V by I ആണെന്ന് എഴുതാം. ആ V by I എന്ന് പറയുന്നത് എന്താണ്? V by I is equal to R, which is the constant of proportionality by Ohm's law. മനസ്സിലായോ? അപ്പം V by I becomes R, which is the constant of proportionality by Ohm's law. And what is tan theta of the VI curve? Tan theta of VI curve is V divided by I and it is equal to R. മനസ്സിലായോ? ഇതാണ് അതിൻ്റെ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി R എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഒരു കണ്ടക്ടർ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടക്ടേഴ്സിൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞു. ഏതൊക്കെയാണ് കണ്ടക്ടേഴ്സിൻ്റെ എക്സാമ്പിൾ? സിൽവർ എക്സാമ്പിളാണ്, ഗോൾഡ് എക്സാമ്പിളാണ്, കോപ്പർ എക്സാമ്പിൾ, അലൂമിനിയം എക്സാമ്പിൾ. ഓൾമോസ്റ്റ് ഓൾ എവരി മെറ്റൽ കണ്ടക്ടർ എന്ന് പറയുന്നത് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ കണ്ടക്ടർ. മിക്കവാറും എല്ലാ മെറ്റൽസും എന്തിന് എക്സാമ്പിളാണ്? നല്ല ഗുഡ് കണ്ടക്ടേഴ്സിന് എക്സാമ്പിളാണ്. അപ്പം ഇവിടെ ഒരു കണ്ടക്ടർ എന്താണെന്ന് നോക്കിക്കേ. ഇൻ സം മെറ്റീരിയൽസ് ഔട്ടർ ഇലക്ട്രോൺസ് ഓഫ് ഈച്ച് ആറ്റം ഓർ മോളിക്യൂൾ ആർ ഓൺലി വീക്ക്ലി ബൗണ്ട് ടു ഇറ്റ്. എന്ന് വെച്ചാൽ വാലൻസ് ഷെല്ലിൽ ഇരിക്കുന്ന ആറ്റംസ് എന്തായിരിക്കും? ആ വാലൻസ് ഷെല്ലിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസ്, ആറ്റംസ് അല്ല, വാലൻസ് ഷെല്ലിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസിന് എൻ്റെ പുറത്ത് ആറ്റമിനുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ വീക്കായിരിക്കും. അല്ലെങ്കിൽ ഈ ഇലക്ട്രോൺസിനെ വളരെ വീക്കായിട്ടായിരിക്കും ആ ആറ്റം ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദീസ് ഇലക്ട്രോൺസ് ആർ ഓൾമോസ്റ്റ് ഫ്രീ ടു മൂവ്. ഈ ഇലക്ട്രോൺസിനെ നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ എളുപ്പമാണ്, ആ ഇലക്ട്രോൺസിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിനെ നമ്മൾ എന്ത് ഇലക്ട്രോൺസ് എന്ന് പറയുന്നു? ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നു. ദേ ആർ ഓൾസോ നോൺ ആസ് കണ്ടക്ഷൻ ഇലക്ട്രോൺസ്. ഈ ഫ്രീ ഇലക്ട്രോൺസിനെ നമുക്ക് എന്തെന്നും പറയാം? കണ്ടക്ഷൻ ഇലക്ട്രോൺസ് എന്നും പറയാം. വെൻ സച്ച് എ മെറ്റീരിയൽ ഈസ് പ്ലേസ്ഡ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്, എന്ത് സംഭവിക്കുന്നു? ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ഫീൽഡ്. സച്ച് മെറ്റീരിയൽസ് ആർ കോൾഡ് എന്ത്? കണ്ടക്ടേഴ്സ്. അങ്ങനെയുള്ള മെറ്റീരിയൽസിനാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടക്ടേഴ്സ് ആർ ദാറ്റ് കാറ്റഗറി ഓഫ് മെറ്റീരിയൽസ്. ആ മെറ്റീരിയൽസിൻ്റെ ആറ്റംസിൽ അല്ലെങ്കിൽ മോളിക്യൂൾസിൽ ഔട്ടർ ഷെല്ലുകളിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസ് വീക്ക്ലി ബൗണ്ട് ടുവേർഡ്സ് ദി ആറ്റം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ചെറിയ ഫീൽഡ് അപ്ലൈ ചെയ്താൽ ആ ഇലക്ട്രോൺസിനെ നമുക്ക് എന്ത് ഇലക്ട്രോൺസ് ആക്കി മാറ്റാൻ പറ്റും? ഫ്രീ ഇലക്ട്രോൺസ് ആക്കി മാറ്റിയിട്ട് നമുക്കതിനെ ആറ്റത്തിൻ്റെ അട്രാക്ഷനിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. അങ്ങനെ ഒരു പൂൾ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ ആ ഫ്രീ ഇലക്ട്രോൺസിനെ നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാം. അങ്ങനെ ഇലക്ട്രോൺസിനെ മൂവ് ചെയ്യിപ്പിക്കാമെങ്കിൽ ഇലക്ട്രോൺസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയതുകൊണ്ട് ആ നെഗറ്റീവ്ലി ചാർജ്ഡ് ഫ്രീ ഇലക്ട്രോൺസ് ഒരു നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെ when a group of electrons starts moving from a negative terminal to a positive terminal, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്?
നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്, ഇലക്ട്രോൺ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. ബിക്കോസ് വാട്ട് ഈസ് കറണ്ട്? കറണ്ട് ഈസ് dq ഡിവൈഡഡ് ബൈ dt, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. അപ്പോൾ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് പോസിബിലിറ്റി ഉള്ള എലമെൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? കണ്ടക്ടേഴ്സ് എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ ഇൻസുലേറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. ഇൻസുലേറ്റേഴ്സ് ആർ മെറ്റീരിയൽസ് ഇൻ വിച്ച് ഇലക്ട്രോൺസ് ആർ ടൈറ്റ്ലി ബൗണ്ട് ടു ദെയർ റെസ്പെക്റ്റീവ് ആറ്റംസ്. റെസ്പെക്റ്റീവ് ആറ്റംസിലേക്ക് വാലൻസ് ഇലക്ട്രോൺസ് എങ്ങനെയായിരിക്കും? ടൈറ്റ് ആയിട്ടായിരിക്കും ബൗണ്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇഫക്റ്റീവ്ലി ദെയർ ആർ നോ ഫ്രീ ഇലക്ട്രോൺസ്. നമുക്ക് ഇഫക്റ്റീവായിട്ട് എന്ത് കിട്ടില്ല? ഫ്രീ ഇലക്ട്രോൺസ് കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ നമുക്ക് വി ക്യാൻ ക്രിയേറ്റ് എ സ്മോൾ ഷിഫ്റ്റ് ടു ദ ഫീൽഡ്, but they can't leave their parent atoms or molecules and hence can't move through long distances. Such materials are called insulators or dielectrics. അപ്പോൾ ഈ മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടി എന്തായിരിക്കും? ആ ആറ്റംസിനെ, ഈ മെറ്റീരിയൽസിൻ്റെ ആറ്റംസിലെ ഔട്ടർ ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ ആറ്റംസ് എങ്ങനെ ബൗണ്ട് ചെയ്യും? ടൈറ്റായിട്ട് ബൈൻഡ് ചെയ്തേക്കുവാണ്. ഇറ്റ് ഈസ് ടൈറ്റ്ലി ബൗണ്ട് ബൈ ദി ആറ്റംസ്. സോ നമ്മളൊരു ചെറിയ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്താലും എന്ത് ചെയ്യാൻ പറ്റില്ല? വി കനോട്ട് ക്രിയേറ്റ് ഫ്രീ ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് എങ്ങോട്ടേക്ക് വരില്ല? ആ അട്രാക്ഷനിൽ നിന്ന്, ആറ്റത്തിൻ്റെ അട്രാക്ഷനിൽ നിന്ന് പുറത്തേക്ക് ആര് വരില്ല? ഇലക്ട്രോൺസ് വരില്ല. അപ്പോൾ ഇലക്ട്രോൺസ് പുറത്തേക്ക് അട്രാക്ഷനിൽ നിന്ന് വരാത്തത് കാരണം വി വിൽ നോട്ട് ഹാവ് ഫ്രീ ഇലക്ട്രോൺസ്. അപ്പോൾ അങ്ങനെ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ലെങ്കിൽ ആ മെറ്റീരിയൽസിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നു. ഇൻസുലേറ്റേഴ്സിനെ നമുക്ക് എന്തെന്നും പറയാം? ഡയലക്ട്രിക്സ് എന്നും പറയാം. ഫോർ എക്സാമ്പിൾ പേപ്പർ പോലെയുള്ള മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ഡയലക്ട്രിക്സ് ആണ്. ഓയിൽ നമ്മൾ ഡയലക്ട്രിക് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇംപ്രഗ്നേറ്റഡ് പേപ്പർ ഡയലക്ട്രിക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സിറാമിക് ഒരു ഡയലക്ട്രിക് മെറ്റീരിയലാണ്. അതുപോലെ തന്നെ മൈക്ക ഒരു ഡയലക്ട്രിക് മെറ്റീരിയലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മെറ്റീരിയൽ, റബ്ബർ തന്നെ നമുക്ക് പല ടൈപ്പ് റബ്ബർ, ഇപ്പോൾ PVC ഒരു ഡയലക്ട്രിക് മെറ്റീരിയലാണ്. വൾക്കനൈസ്ഡ് ഇന്ത്യൻ റബ്ബർ ഒരു ഡയലക്ട്രിക് മെറ്റീരിയലാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് മെറ്റീരിയൽസിനെ നമുക്ക് ഏത് കാറ്റഗറിയിൽ കൊണ്ടുവരാം? ഡയലക്ട്രിക് അല്ലെങ്കിൽ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ കൊണ്ടുവരാം. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞാൽ സെമി കണ്ടക്ടേഴ്സ് എന്താണെന്ന് നോക്കാം. സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ബിഹേവിയർ ഈസ് ലൈക്ക് ആൻ ഇൻസുലേറ്റർ അറ്റ് എ ലോ ടെമ്പറേച്ചർ. സോ നമ്മുടെ ടെമ്പറേച്ചർ ഈസ് ലോ, അവരെന്തായിട്ട് ബിഹേവ് ചെയ്യുന്നു? ഇൻസുലേറ്റേഴ്സ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. ബട്ട് അറ്റ് ഹയർ ടെമ്പറേച്ചേഴ്സ് എ സ്മോൾ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആർ ഏബിൾ ടു ഫ്രീ ദംസെൽവ്സ് ആൻഡ് ദേ റെസ്പോണ്ട് ടു ദ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. ഒരു ചെറിയ, അപ്പം നോർമൽ ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ ലോ ലെവൽസ് ഓഫ് ടെമ്പറേച്ചറിൽ അവർ എന്തായിട്ട് ബിഹേവ് ചെയ്യുന്നു? ഇൻസുലേറ്റേഴ്സ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. സോ നമുക്ക് മനസ്സിലായി സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ആരുടെ ഇടയ്ക്ക് നിൽക്കും? ദേ വിൽ ഫോൾ ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. ഇൻസുലേറ്റേഴ്സിൻ്റെയും കണ്ടക്ടേഴ്സിൻ്റെയും ഇടയ്ക്ക് വരുന്ന കാറ്റഗറി ഓഫ് മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലോ ടെമ്പറേച്ചറിൽ അവർ ഇൻസുലേറ്റേഴ്സ് ആയിട്ട് ബിഹേവ് ചെയ്യും. ബട്ട് അറ്റ് ഹയർ ടെമ്പറേച്ചേഴ്സ് എ സ്മോൾ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസിനെ നമുക്ക് ലിബറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളൊരു ഒരു ഫീൽഡ് അപ്ലൈ ചെയ്താൽ എ സ്മോൾ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആർ ഏബിൾ ടു മൂവ്. കുറച്ച് ഫ്രീ ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാൻ പറ്റും. സോ ദെയർ ബിഹേവിയർ ഈസ് ഇൻ ബിറ്റ്വീൻ എ കണ്ടക്ടർ ആൻഡ് ആൻ ഇൻസുലേറ്റർ. ഓക്കെ, ഒരു ഇൻസുലേറ്ററിൻ്റെയും ഒരു കണ്ടക്ടറിൻ്റെയും ഇടയ്ക്കാണ് അവരുടെ ബിഹേവിയർ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ എന്തെന്ന് പറയുന്നു? സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നു. എ ഫ്രീഡ് ഇലക്ട്രോൺ ഇൻ എ സെമി കണ്ടക്ടർ ലീവ്സ് എ വേക്കൻസി ഇൻ ഇറ്റ്സ് നോർമൽ ബൗണ്ട് പൊസിഷൻ. ദീസ് വേക്കൻസീസ് ആർ ഓൾസോ ഹെൽപ്പ് ഇൻ കണ്ടക്ഷൻ. അപ്പോൾ നമ്മൾ ഒരു ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പുറത്ത് പോകുന്നു എന്ന് വിചാരിക്കുക. ഒരു ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് പോയാൽ ആറ്റം എന്ത് ചാർജ്ഡായി? ആറ്റം പോസിറ്റീവ്ലി ചാർജ്ഡായി. കാര്യം ദർ ഈസ് എ ഡെഫിസിറ്റ് ഓഫ് നെഗറ്റീവ് ചാർജ്. ആറ്റം നോർമലി ന്യൂട്രൽ അല്ലേ? കാര്യം ദർ ആർ ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് വിച്ച് ആർ പോസിറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ്. അപ്പം ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഉള്ളത് കൊണ്ടാണ് ആറ്റം എന്തായിട്ട് നിൽക്കുന്നത്? ന്യൂട്രലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഇലക്ട്രോൺ ഇതിൽ നിന്ന് പുറത്തു പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റം എന്തായിട്ട് മാറി? ആറ്റം ബിക്കംസ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ. ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ ആയി എപ്പോൾ? ഒരു ഇലക്ട്രോൺ ഇതിൽ നിന്ന് പുറത്തു പോയാൽ. ഓക്കെ, ഇനി ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് വന്ന് കയറിയാൽ, ഒരു ഇലക്ട്രോൺ നമ്മുടെ ആറ്റത്തിൻ്റെ കൂടെ ആഡ് ആയാൽ എന്ത് സംഭവിക്കും? ഇറ്റ് ബിക്കംസ് എ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺ ഇല്ലേ? കാര്യം ഒരു എക്സസ് നെഗറ്റീവ് ചാർജ് വരില്ലേ? ഒരു എക്സസ് നെഗറ്റീവ് ചാർജ് വന്നാൽ ആറ്റം എന്തായി മാറുന്നു? നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺ ആയിട്ട് മാറുന്നു. ഒരു ഇലക്ട്രോൺ ഇല്ലാതെ ആയാൽ, ഒരു ഫ്രീ ഇലക്ട്രോൺ നമ്മുടെ ആറ്റത്തിൽ നിന്ന് പോയാൽ ആറ്റം ബിക്കംസ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ. അപ്പോൾ അയോൺസിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരാൻ പോകുന്ന പോർഷനുകളിൽ പഠിക്കും.
ഇനിയിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് എ റെസിസ്റ്റൻസ് എന്ന് നോക്കുവാണ്. ഓക്കെ, സോ വാട്ട് ഈസ് എ റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസ് നമ്മൾ പറഞ്ഞു, റെസിസ്റ്റൻസ് ഓംസ് ലോയുടെ കോൺസ്റ്റന്റ് ആണ്. ഓംസ് ലോ എന്താണെന്ന് പറഞ്ഞു നമ്മൾ? ഓംസ് ലോ I പ്രൊപ്പോർഷണൽ ടു V ആണെന്ന് പറഞ്ഞു, I ഈസ് ഈക്വൽ ടു V ഡിവൈഡ് ബൈ R ആണെന്ന് പറഞ്ഞു. അത് വെച്ചിട്ട് വി ഹാവ് മെയ്ഡ് അതർ ഇക്വേഷൻസ് ഓൾസോ അല്ലേ? V ഈസ് ഈക്വൽ ടു IR ആൻഡ് R ഈസ് ഈക്വൽ ടു V ഡിവൈഡ് ബൈ I ഇക്വേഷൻസ് മേക്ക് ചെയ്തു. അപ്പോൾ ഈ കോൺസ്റ്റന്റ് ആണ് എന്ത്? റെസിസ്റ്റൻസ്. അപ്പോൾ റെസിസ്റ്റൻസ് എന്താണെന്ന് നോക്കാം. റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ എന്ന് പറയുന്നത് ഈസ് ദ ഒപ്പോസിഷൻ ടു ദ ഫ്ലോ ഓഫ് ചാർജ്. അപ്പം നമ്മുടെ dQ/dt ആണല്ലോ കറണ്ട്. അപ്പം നമ്മുടെ ചാർജ് ഫ്ലോ ചെയ്യുന്നു, അതായത് Q ചാർജസ് ഫ്ലോ ചെയ്യുകയാണ് ഫ്രം വൺ എൻഡ് ടു ദ അതർ എൻഡ്. അപ്പോൾ ഈ ഫ്ലോ ചെയ്യുന്ന ചാർജസിന് വരുന്ന ഓപ്പോസിഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ദ ഒപ്പോസിഷൻ വിച്ച് ദ കണ്ടക്ടർ ഓഫേഴ്സ് ടു ദ ഫ്ലോ ഓഫ് ചാർജ്. ചാർജുകൾ ഫ്ലോ ചെയ്യുന്നതിന് ആ കണ്ടക്ടർ ഓഫർ ചെയ്യുന്ന ഓപ്പോസിഷനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ എന്ന് പറയുന്നത്. പിന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് അപ്ലൈഡ് അക്രോസ് എ കണ്ടക്ടർ. നമുക്കൊരു കണ്ടക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ കണ്ടക്ടർ AB എന്ന് പറയുന്ന കണ്ടക്ടറാണ്. അതിൻ്റെ രണ്ട് എൻസിന് അക്രോസ് ആയിട്ട് പിന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് അപ്ലൈഡ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത് V1 ഇത് V2 ആണെന്ന് വിചാരിക്കുക. വാട്ട് ഈസ് അവർ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് V2 മൈനസ് V1. അപ്പോൾ ഇങ്ങനൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ കണ്ടക്ടറിൻ്റെ രണ്ട് എൻസിന് അക്രോസ് ഉണ്ടെന്ന് വിചാരിച്ചാൽ free electrons gets accelerated and collide with positive ions and their motion is thus opposed. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ അങ്ങോട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫ്രീ ഇലക്ട്രോൺസിന് എന്താണ് ടെൻഡൻസി? ഫ്രീ ഇലക്ട്രോൺസ് പെട്ടെന്ന് ആക്സലറേറ്റഡ് ആവും. കാര്യം ഫ്രീ ഇലക്ട്രോൺസ് നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലേക്ക് ഫ്ലോ ചെയ്യാനുള്ള വലിയ രീതിയിലുള്ളൊരു ടെൻഡൻസി കാണിക്കുകയും ആ ഫ്രീ ഇലക്ട്രോൺസ് പോയിട്ട് ഇമ്മൊബൈൽ ആയിട്ടുള്ള പോസിറ്റീവ് അയോൺസ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി മൂവബിൾ ആയിട്ടുള്ള പോസിറ്റീവ് അയോൺസുമായിട്ട് കൊളൈഡ് ചെയ്യുകയും അവിടെ ഒരു ഒപ്പോസിഷൻ ടു ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ഒപ്പോസിഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് നമ്മൾ എന്ത് വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്? റെസിസ്റ്റൻസ് ഈസ് ഡിനോട്ടഡ് വിത്ത് R ആൻഡ് ദ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓം ആണ്. ഓം എന്ന് പറഞ്ഞാൽ R ഈസ് ഈക്വൽ ടു എന്താണ്? R ഈസ് ഈക്വൽ ടു V ഡിവൈഡഡ് ബൈ I അല്ലേ? വാട്ട് ഈസ് V എന്ന് പറയുന്നത് വോൾട്ട് ആണ്, I എന്ന് പറയുന്നത് ആംബിയർ ആണ് അല്ലേ? സോ നമുക്ക് വോൾട്ട് പെർ ആംബിയർ എന്നും പറയാം. അപ്പം യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ് അല്ലെങ്കിൽ വോൾട്ട് പെർ ആംബിയർ ആണ്. അപ്പോൾ ജനറലി നമുക്ക് റെസിസ്റ്റൻസിനെ എന്തെന്ന് പറയാം? റെസിസ്റ്റൻസ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ കണ്ടക്ടർ ബൈ വെർച്യൂ ഓഫ് വിച്ച് ഇറ്റ് ഒപ്പോസസ് ദ ഫ്ലോ ഓഫ് കറണ്ട് ഇൻ ഇറ്റ്. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു എലമെൻ്റൽ പ്രോപ്പർട്ടിയാണ് എന്തിൻ്റെ? ഒരു കണ്ടക്ടറിൻ്റെ. ആ പ്രോപ്പർട്ടി എന്താണ് ചെയ്യുന്നത്? ഇറ്റ് ഒപ്പോസസ് ദ ഫ്ലോ അല്ലെങ്കിൽ ദെയർ ഇസ് എ ടെൻഡൻസി ടു ഒപ്പോസ് ഫ്ലോ ഓഫ് കറണ്ട് ത്രൂ ദി കണ്ടക്ടർ. അതിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. അതിൻ്റെ യൂണിറ്റ് ഓം ആണ്, വോൾട്ട് പെർ ആംബിയറും ആണ്. ഇനി നമുക്ക് റെസിസ്റ്റൻസസ് അങ്ങനെ 3 റെസിസ്റ്റൻസസ് സീരീസ് കോമ്പിനേഷനിൽ ഉണ്ടെന്ന് വിചാരിക്കുക. സീരീസ് കോമ്പിനേഷൻ എന്ന് വെച്ചാൽ ഒരു റെസിസ്റ്റൻസിൻ്റെ എൻഡിൽ അടുത്തത് സ്റ്റാർട്ട് ചെയ്യുന്നു, അതിൻ്റെ എൻഡിൽ അടുത്തത് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്കൊരു സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ഉണ്ട്. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന റെസിസ്റ്റൻസസ് എന്ന് പറയുന്നത് R1, R2, R3 എന്ന് പറയുന്ന 3 റെസിസ്റ്റേഴ്സാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ റെസിസ്റ്റൻസിൻ്റെ കോമ്പിനേഷൻ അക്രോസ് ആയിട്ട് ഒരു ബാറ്ററി വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് V ആണ്. അപ്പോൾ ഞാൻ V അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ഫ്ലോ ചെയ്യുന്നു? ദർ ഇസ് എ കറണ്ട് I ദാറ്റ് ഈസ് ഫ്ലോയിങ്. ഓക്കെ, അപ്പം വി ക്യാൻ സേ ദാറ്റ് ദ റെസിസ്റ്റേഴ്സ് ആർ ഇൻ സീരീസ് വെൻ ദ സെയിം കറണ്ട് ഈസ് പാസിംഗ് ത്രൂ ഈച്ച് റെസിസ്റ്റർ. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റെസിസ്റ്റേഴ്സ് നമ്മൾ സീരീസിലാണെന്ന് പറയുന്നത് എപ്പോഴാണ്? ഈ എല്ലാ റെസിസ്റ്റേഴ്സിൽ കൂടിയും എന്ത് ഫ്ലോ ചെയ്യണം? സെയിം കറണ്ട് ഫ്ലോ ചെയ്യണം. അപ്പം ഇവിടെ നോക്ക്, ഈ I എന്ന് പറയുന്ന കറണ്ട് വരുന്നു. ആ I എന്ന് പറയുന്ന കറണ്ട് R1 കൂടെ കയറി ഇറങ്ങുന്നു. അതേ കറണ്ട് R2 കൂടെ കയറി ഇറങ്ങുന്നു. അതേ കറണ്ട് R3 കൂടെ കയറി ഇറങ്ങുന്നത് കൊണ്ടാണ് R1, R2 ആൻഡ് R3 ആർ ഇൻ സീരീസ് എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലായല്ലോ? R1ഉം R2ഉം R3യും സീരീസിലാണ്. ഇനി ഡിപ്പെൻഡിങ് ഓൺ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് R1, R2 ആൻഡ് R3, ഈ R1ഉം R2ഉം R3യും will produce an voltage drop across them. ഓക്കെ, ആ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് V1ഉം V2ഉം V3യും ആണ്. അപ്പം നിങ്ങൾ നോക്ക്, V1 എന്ന് പറയുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്തായിരിക്കും? ഇതുവഴി എല്ലാം പോകുന്ന കറണ്ട് I തന്നെയല്ലേ. അപ്പോൾ വാട്ട് ഈസ് V1? V1 എന്ന് പറഞ്ഞാൽ IR1 ആണ്. V2 എന്ന് പറഞ്ഞാൽ എന്താണ്? V2 ഈസ് I ഇൻറ്റു R2 ആൻഡ് വാട്ട് ഈസ് V3? V3 ഈസ് I ഇൻറ്റു R3. അപ്പം ഒരു സീരീസ് കോമ്പിനേഷനിൽ എന്താണ് സെയിം? കറണ്ട്
ഈസ് സെയിം. ഓക്കെ, വോൾട്ടേജ് മേ ഓർ മേ നോട്ട്, വോൾട്ടേജ് മേ ഓർ മേ നോട്ട് ബി സെയിം. ഇപ്പം R1 ഈസ് ഈക്വൽ ടു R2 ആണ് എങ്കിൽ V1 ഈസ് ഈക്വൽ ടു V2 ആയിരിക്കും. ബിക്കോസ് I സെയിം I ആണ് ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനിത് മേ ഓർ മേ നോട്ട് ബി സെയിം എന്ന് പറഞ്ഞത്. ഇനി R1ഉം R2ഉം R3യും ഡിഫറൻറ്റ് വാല്യൂസ് ആണെങ്കിൽ V1 V2 V3യും എന്ത് തന്നെ ആയിരിക്കും? ഡിഫറൻറ്റ് വാല്യൂസ് തന്നെ ആയിരിക്കും. അപ്പോൾ ദർ ഈസ് എ V ആൻഡ് I ഈസ് ഫ്ലോയിങ്. ഇനി അക്കോർഡിംഗ് ടു കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ, കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ പറഞ്ഞില്ല, കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ ഇനി അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ പറയും. അക്കോർഡിംഗ് ടു കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ V എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? V1 പ്ലസ് V2 പ്ലസ് V3 ഈക്വൽ ആണ്. ഇപ്പം ഞാനിവിടെ ഒരു 10 വോൾട്ടാണ് ഈ കൊടുക്കുന്നതെങ്കിൽ, ഇപ്പോൾ V എന്ന് പറയുന്നത് ഈക്വൽ ടു 10 വോൾട്ട് ആണെങ്കിൽ ഈ V1 പ്ലസ് V2 പ്ലസ് V3 എന്തിന് ഈക്വൽ ആയിരിക്കണം? 10 വോൾട്ടിന് ഈക്വൽ ആയിരിക്കണം. അതാണ് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ. അപ്പോൾ ഞാനത് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോയിൽ വരുമ്പോഴത്തേക്ക് ഒന്നുകൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇപ്പം ഞാൻ ഇവിടെ ജസ്റ്റ് ഈ പാരാമീറ്റേഴ്സ് വന്നതുകൊണ്ടെന്ന് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ V എന്തിന് ഈക്വൽ ആണ്? V1 പ്ലസ് V2 പ്ലസ് V3 ഈക്വൽ ആണ്. I എന്ന് പറയുന്നത് ഈസ് ദ നെറ്റ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ സീരീസ് ലൂപ്പ്. ഇനി V1 is equal to IR1, V2 is equal to IR2 and V3 is equal to IR3. അപ്പോൾ I ഇവിടെ കോമൺ അല്ലേ? അപ്പോൾ V1 പ്ലസ് V2 പ്ലസ് V3 എന്ന് നമ്മൾ പറഞ്ഞാൽ IR1 പ്ലസ് IR2 പ്ലസ് IR3 അല്ലേ? അതിൽ നിന്ന് I നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ വാട്ട് ഈസ് R ഇക്വലൻ്റ്? R ഇക്വലൻ്റ് ഇസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. അപ്പം ഈ 3 റെസിസ്റ്റേഴ്സ് സീരീസ് ആണെങ്കിൽ എന്താണ് അതിൻ്റെ ഇക്വലൻ്റ് വാല്യൂ? R ഇക്വലൻ്റ് എന്ന് പറയുന്നത് എന്താണ്? R ഇക്വലൻ്റ് ഇസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. ഇത് N റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് ആണെങ്കിൽ ഈ R ഇക്വലൻ്റ് ഇസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3 പ്ലസ് എക്സെട്ര അപ് ടു പ്ലസ് RN. അതായത് N റെസിസ്റ്റേഴ്സ് നിങ്ങൾക്ക് സീരീസിലുണ്ടെങ്കിൽ നമ്മുടെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? R1 പ്ലസ് R2 പ്ലസ് R3 പ്ലസ് R3 എക്സെട്ര അപ് ടു RN ആണ്. മനസ്സിലായോ? അപ്പം N റെസിസ്റ്റേഴ്സ് സീരീസ് കണക്റ്റഡ് ആണെങ്കിൽ അതിൻ്റെ ടോട്ടൽ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും കൂടി ആൾജിബ്രായിക് സം ആണ്. അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്, ഇത് 3 ആണ്, ഇത് 5 ആണെങ്കിൽ ഇവിടുത്തെ R ഇക്വലൻ്റ് എന്താണെന്ന് പറഞ്ഞേ? R ഇക്വലൻ്റ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 3 പ്ലസ് 5 അല്ലേ? 2 പ്ലസ് 3 പ്ലസ് 5 എന്താണ്? ഇറ്റ് ഈസ് 10 ഓം. 10 ഓം ആണ് R ഇക്വലൻ്റ്. അപ്പോൾ V എന്ന് പറയുന്നത് 10 വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ I എന്താണ്? വാട്ട് ഈസ് I? I ഈസ് ഈക്വൽ ടു V ബൈ R ഇക്വലൻ്റ് അല്ലേ? വിയുടെ വാല്യൂ എത്ര? 10 അല്ലേ? R ഇക്വലൻ്റ് എത്ര? 10 അല്ലേ? അപ്പോൾ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആംപിയർ അല്ലേ ഫ്ലോ ചെയ്യുന്നത്? അപ്പോൾ ഇതുവഴി പോകുന്നത് 1 ആംപിയർ ആണ്. അപ്പോൾ I ഈസ് ഈക്വൽ ടു എന്താണെന്ന് കിട്ടി? 1 ആംപിയർ ആണെന്ന് കിട്ടി. നമ്മൾ തന്നെ ഒരു സാമ്പിൾ പ്രോബ്ലം ഇട്ടങ്ങ് ചെയ്യുകയാണ്. അപ്പോൾ 1 ആംപിയർ ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് V1? V1 ഈസ് 2 വോൾട്ട് ബിക്കോസ് ഇറ്റ് ഈസ് I ഇൻറ്റു R1 അല്ലേ? സോ ഇറ്റ് ഈസ് 2 വോൾട്ട്, V2 ഈസ് ഈക്വൽ ടു 3 വോൾട്ട് ആൻഡ് V3 ഈസ് ഈക്വൽ ടു 5 വോൾട്ട്. അപ്പോൾ V1 എത്രയാണെന്ന് കിട്ടി? V1 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? V1 ഈസ് ഈക്വൽ ടു 2 കിട്ടി, V2 ഈസ് ഈക്വൽ ടു 3 കിട്ടി ആൻഡ് V3 ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടി. വാട്ട് ഈസ് 2 പ്ലസ് 3 പ്ലസ് V1 പ്ലസ് V2 പ്ലസ് V3? V1 പ്ലസ് V2 പ്ലസ് V3 ഈസ് ഈക്വൽ ടു 10 വോൾട്ട് ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു V വിച്ച് ഈസ് ഈക്വൽ ടു 10 വോൾട്ട്. മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രൂവ് ആയില്ലേ? വളരെ സിമ്പിൾ അല്ലേ? നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. ഏത് എൻട്രൻസ്